റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒട്ടനവധി വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സദേൺ നമ്മൾ ചെന്നൈയിലൊക്കെ ഒരുപാട് വേക്കൻസികളുണ്ട്. അത് മാത്രമല്ല ഇതിലേക്ക് വെറും 10ാം ക്ലാസ് മാത്രം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അത് മാത്രമല്ല ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കൊറോണ കാരണം നമുക്ക് 3 വർഷത്തെ റിലാക്സേഷൻ അടക്കം 36 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ് വരെ 39 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെയും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ ഒട്ടനവധി ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്രന്റീസ്ഷിപ്പ് ചെയ്തവരാണെങ്കിൽ. അതും മാത്രമല്ല ഇവർക്ക് ഈ പറയുന്ന നിശ്ചിത പെർസെൻറ്റേജ് സീറ്റ് ഇവർക്ക് റിസർവ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ കാണാം, നിങ്ങൾക്ക് വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഉദ്യോഗാർത്ഥികൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അപ്ലോഡ് ആകുന്നില്ല എന്നുള്ള ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണെന്ന്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം. ഗ്രൂപ്പ് ഡി നോക്കിയാൽ മതി. 2 വീഡിയോ നമ്മൾ ഓൾറെഡി ഇപ്പം ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്, 38 മിനിറ്റ് വരുന്ന ഡ്യൂറേഷൻ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട്. നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടും കാണുക, തെറ്റൊന്നും കൂടാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തേത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡി ഓൺലൈൻ ഫോം എന്നവിടെ കാണാം. നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത്. അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ തന്നെ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ തരാം. ഇപ്പോൾ നമുക്ക് ഇതിൽ ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എന്താണ് നമ്മുടെ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാം, ഫോട്ടോ അപ്ലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾക്ക് കാണാം RRB ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെൻറ്റ് ആണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമുക്കിതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജനുവരി 23 മുതൽ ഫെബ്രുവരി 22 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വീഡിയോ കിട്ടാൻ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ഇവിടെ കാണാം. ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വീഡിയോ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് നമ്മൾ ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് വാച്ച് ഓൺ യൂട്യൂബ് എന്ന് വെച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ കാണാം. എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നമ്മൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അപ്ലിക്കേഷൻ ഫോം തന്നെ കാണാം. നോട്ടിഫിക്കേഷൻ വേണം, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ അപ്ലിക്കേഷൻ ഫോം നോക്കണം. അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയച്ചു തന്നാൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിന് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്യാം, ജസ്റ്റ് ഓപ്പൺ ആക്കാം. അങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഓൺലൈൻ പോർട്ടലാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം ഏറ്റവും മുകളിൽ. ഓൾറെഡി നമ്മൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 2024 ഏതെങ്കിലും വേക്കൻസി നിങ്ങൾക്ക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ALP അതുപോലെ തുടങ്ങിയിട്ട് NTPC ഇതിൽ ഏതെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഓൺലൈൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോയിൽ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എൻ്റെ മെയിൽ ID ഇവിടെ കൊടുത്തു, എൻ്റെ പാസ്വേഡ് കൊടുത്തു. ഇനി ഇവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിൽ കൂടെ വന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഇപ്പം ജനറൽ ഇൻസ്ട്രക്ഷനിലാണ് നിന്നിരിക്കുന്നത്. ഇവിടെ കാണാം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇതാണ് ഗ്രൂപ്പ് ഡേറ്റോ. ഓക്കെ, അടിയിലുള്ളത് നമ്മുടെ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 6 വരെയാണ്. ഇതിലേക്ക് ടീച്ചിങ് പോസ്റ്റ്, മറ്റു ക്ലറിക്കൽ അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉള്ളത്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്താ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതാണ് കാറ്റഗറി നമ്പർ ഇവിടെ കാണാൻ പറ്റും. 8/2024 ലെവൽ 1 ആണ് ഗ്രൂപ്പ് ഡി വരുന്നത്, 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് RRB സെലക്ട് ചെയ്യും. RRB ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് തിരുത്താനും പറ്റില്ല. അപ്പോൾ ഏതാണ് വേക്കൻസി എവിടെയാണ് കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ ചെന്നൈ ആണ് കൊടുക്കുന്നത്, നെക്സ്റ്റ് കൊടുക്കുന്നു. അതിന് ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മുടെ എന്താണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നേരെ പോകുന്നത് ഇത് അവിടെ കാണാം അപ്ലോഡ് ഫോട്ടോ പ്രൊഫൈൽ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ആ ഒരു ഇതിലേക്കാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്താണ്. ഇനി നമുക്കിവിടെ കാണാം ഇതിൽ ഫോട്ടോ സിഗ്നേച്ചർ തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ആദ്യം ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് തരാം. ഓൾറെഡി ഞാനിവിടെ റീസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റീസൈസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചതിന് ശേഷം റീസൈസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. സെലക്ട് ചെയ്താൽ ഓക്കെ, ഇതിൽ വേണം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രോപ്പൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്ററിലൊക്കെ ആക്കി ഫേസൊക്കെ മാക്സിമം കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഒന്നും അല്ലെങ്കിൽ അതെന്തെയും റിജക്റ്റ് ഔട്ടോ. അതിങ്ങനെ മീൻസ് ഇവിടെ നമുക്ക് അപ്ലോഡിങ് കാണില്ല. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കതിൽ അപ്ലോഡായിട്ട് ചില സമയത്ത് കാണാറില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ അടുത്ത സിഗ്നേച്ചറാണ്. സിഗ്നേച്ചർ ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എന്താണ് അതിലുള്ള ഇഷ്യൂസ് എന്നുള്ളതാണ്
ഞാൻ മനസ്സിലാക്കിയ ഇഷ്യൂസാണ് ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, ഇതിലൊരു സിഗ്നേച്ചർ ഞാൻ ഇതിൽ ആഡ് ചെയ്യട്ടെ. സിഗ്നേച്ചർ 48. ഓക്കെ, ഈ ഒരു സിഗ്നേച്ചർ അതിൽ ആഡ് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. ഓക്കെ, ആ സിഗ്നേച്ചർ ഇവിടെ കാണാം. ആ സിഗ്നേച്ചർ ഇവിടെ വന്നിട്ടില്ല. ഇനി വേറൊരു സിഗ്നേച്ചർ ഞാൻ അതിൽ ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ ഓക്കെ, ഈ ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ ഒരു സിഗ്നേച്ചറിലൂടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണേ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഈ പറയുന്ന നാച്ചുറലായിട്ട്, അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളൊരു പേപ്പറിൽ എടുത്ത പോലെ തോന്നുന്ന രീതിയിൽ, എനിക്കതാണ് മനസ്സിലായത്. അത് ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു പേപ്പറിൽ ഒരു കറക്റ്റ് ഒരു സൈൻ ചെയ്ത പോലെ തോന്നുന്നതായിരിക്കണം. ഇപ്പോൾ ഞാൻ ആദ്യം എടുത്ത് നിങ്ങൾക്കൂടെ കാണാം. ആദ്യം എടുത്ത് ഞാൻ ഒന്നുകൂടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ വ്യത്യാസം. അപ്പോൾ അത് ഇതിൽ അപ്ലോഡ് ആകുന്നില്ല. സംഭവം സെയിം എന്താണ് സൈസും കാര്യമൊക്കെയാണ് നിങ്ങൾക്കൂടെ കാണാം. ഇതും 48 ആണ് ഫയൽ സൈസ് വരുന്നത്, ഇതും 48 ആണ് വരുന്നത്. അപ്പോൾ ഫയൽ സൈസിൽ മാറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതാ ആ സിഗ്നേച്ചർ ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാനത് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇവിടെ വരുന്നില്ല. സെയിം സൈസാണ്, ഫയൽ സൈസിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല, ഡയമെൻഷൻസിൽ പ്രശ്നമില്ല, സെയിം ഡയമെൻഷനും സെയിം സൈസും ആണ്. പക്ഷേ കുറച്ചും പാടെ ഒരു നാച്ചുറലായിട്ട് തോന്നുന്ന സിഗ്നേച്ചർ ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത സിഗ്നേച്ചറാണ്. അപ്പോൾ മേ ബി അതായിരിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഇതുണ്ടോ, നമ്മൾ സാധാരണ ഒരു പേപ്പറിൽ നമ്മൾ സൈൻ ചെയ്ത പോലെ ഉണ്ട്. അത് ഓക്കെ കൊടുത്തപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ലോഡായിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാനങ്ങനെ 2-3 എണ്ണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ, ഞാൻ ചെയ്തത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ആ ഒരു നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചെയ്തപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നേച്ചർ ഒരു നാച്ചുറലായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക. അതിന് പിന്നെ നമ്മൾ ടെക്സ്ചർ മാറ്റാനോ നിൽക്കണ്ട. അത് നല്ല രീതിയിൽ എന്താണ് നല്ല വൃത്തിയിലുള്ള നമ്മളെ നേർരേഖയിൽ തന്നെ ഹൊറിസോണ്ടലായിട്ട് തന്നെ നിങ്ങൾ സൈൻ ചെയ്യുക. അങ്ങനെ ക്രോസ് ആയിട്ട് സൈൻ ചെയ്യേണ്ട, അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് തന്നെ സൈൻ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം എനിക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈറ്റ് ഇഷ്യൂസ് ഒന്നും അല്ലെങ്കിൽ അവരത് മാറ്റമൊന്നും ചെയ്യില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും പരാതി ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഇഷ്യൂസ് അവർ സോൾവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് പരാതിയൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഈ 150x60 പിക്സലിലേക്ക് നമ്മൾ ഡയമെൻഷൻ മാറ്റിക്കൊള്ളൊന്നുമില്ല. നിങ്ങൾ ഈ ഫയൽ സൈസ് നോക്കിയാൽ 30-50 KB. എന്നിട്ട് ഡയമെൻഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കാണിക്കുക ഞാൻ ജസ്റ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ സൈൻ ഇവിടെ ക്രോപ്പ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, അത് മാറ്റാൻ പറ്റും. ആ ഒരു കറക്റ്റ് ഡയമെൻഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ ആ ക്രോപ്പ് ചെയ്ത് മാറ്റിയ സമയത്ത് ഇവിടേക്ക് വന്നിട്ടില്ല, കണ്ടോ. ഓക്കെ, ക്രോപ്പ് ചെയ്ത് ഞാൻ മാറ്റിയ സമയത്ത് ഇവിടേക്ക് വന്നില്ല. കാരണം അത് ഇതിലൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു സ്പേസിലായിരിക്കണം നമ്മുടെ സിഗ്നേച്ചർ എന്നുള്ളതൊക്കെ മേ ബി അങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. തെറ്റിദ്ധാരണയാണെന്ന് അറിയില്ല. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അപ്പം അത് സെയിം സിഗ്നേച്ചർ തന്നെ വീണ്ടും ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ വരുന്നു. എന്നാൽ നോക്കിക്കോളൂ, ആ സെയിം സിഗ്നേച്ചർ ഞാൻ ക്രോപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നോക്കിക്കോളി. ഞാൻ ജസ്റ്റ് അത് ക്രോപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുന്നു. നോക്കിയാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ ക്രോപ്പ് ചെയ്ത് ഇത് സിഗ്നേച്ചർ ഒന്നുപാട് അടുപ്പിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു. അങ്ങനെ ഓക്കെ കൊടുക്കുമ്പം യെസ് വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അത് ക്രോപ്പിലും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇത് ഓരോ സമയത്ത് ഓരോ പ്രശ്നങ്ങളാണ്. അപ്പോൾ എന്നാലും നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരത് ക്ലിയർ ചെയ്യും എന്നെനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അവർ ക്ലിയർ ചെയ്യായിരിക്കും. അതിന് കൂടുതൽ എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ അവർ മേ ബി അത് ക്ലിയർ ചെയ്യാൻ സാധ്യതയുള്ളൂ. അതല്ലേ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ രീതിയിൽ ട്രൈ ചെയ്യുക. നല്ല ക്ലിയർ ഉള്ള സിഗ്നേച്ചർ തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കതിലൊരു ചോയ്സ് ഉള്ളത്. നമ്മളതിൻ്റെ ഒന്നെങ്കിൽ നമ്മളതിൻ്റെ കംപ്ലയിൻറ്റ് റൈസ് ചെയ്യണം. അത് നിങ്ങൾക്ക് അവരുടെ മൊബൈൽ നമ്പർ, നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് നോട്ടിഫിക്കേഷനിൽ. ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് നോക്കിയിട്ട് അവരെന്താ പറയുന്നത് നോക്കുക കേട്ടോ. അപ്പോൾ സിഗ്നേച്ചർ സംഭവം വർക്കിംഗ് ആണ്. ഞാൻ അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ഇവിടെ കാണിക്കും. നിങ്ങളുടെ കാണാം സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റേ സിഗ്നേച്ചർ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. വേറൊരു സിഗ്നേച്ചർ ഇതിലേക്ക് സെയിം KB സെയിം ഫയൽ സൈസ് ഇല്ല. 48 ആണ്, മറ്റേതും 48 ആണ്. ജസ്റ്റ് ഞാനതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചതാ. ഇവിടെ ഇത് 40 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, എന്നാൽ വേറെ സെയിം ഫയൽ സൈസ് ഉള്ള മറ്റൊരു സിഗ്നേച്ചർ ഇവിടെ വർക്കിങ്ങും ആണ്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിവിടെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതായത് മേ ബി നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ എന്താണ് സിസ്റ്റം എങ്ങനെയാണ് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെന്ത് ചെയ്യുക, ലോജിക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക,
അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കുക. ഓക്കെ, ഒന്ന് ക്രോപ്പ് ചെയ്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യാതെ ചെയ്യുക, അതല്ലാത്ത രീതിയിൽ ഫുൾ ഡയമെൻഷൻ ആക്കിയിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ സേവ് എന്ന് കൊടുക്കുക. ഇവിടെ സേവ് ആയിട്ടുണ്ട് കൂടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയിലെ മെയിൻ കണ്ടൻറ്റ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ലൈവ് ഇടണമെങ്കിൽ ലൈവ് ഇടാം, നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.